ഹായ് കൂട്ടുകാരെ, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. 17-ാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വൈഫ് 16-ാം തീയതി എനിക്കൊരു സർപ്രൈസ് തന്നു. അവൾ വാങ്ങിത്തുന്ന ഷർട്ടാണ് ഇട്ടത്. അവൾ വാങ്ങിത്തുന്ന ഷർട്ടാണ് ഞാനിട്ടത് ഈ വ്ളോഗിന്. അപ്പോൾ അവൾക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 18-ാം തീയതി ആയിരിക്കും. അപ്പോൾ അവൾക്കൊരു സ്വർണ്ണമോതിരം വാങ്ങി വെച്ചിട്ടുണ്ട്. അവളറിയില്ല, അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും കൂടി ഇന്ന് ലുലു പോകുന്നുണ്ട്. ഞാൻ, മോളെ ഹസ്ബൻഡ്, മോളെ കുട്ടി എല്ലാവരും കൂടി ലുലു മാൾ പോയിട്ട്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് എൻ്റെ വൈഫിനെ നെറ്റിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലെത്തിട്ടോ. വൈകിട്ടൊരു 3-3:30 ആകുമ്പോൾ ഞങ്ങൾ ലുലു മാളിലെത്തി. ഇവിടെ വെച്ച് ചെറിയൊരു കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടി. കേക്ക് കട്ടിങ്ങും അവർക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൈമാറുന്ന പരിപാടി കേട്ടോ. ആ മക്കളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. മക്കളൊക്കെ കേക്ക് വാങ്ങാൻ പോയതാണ്. കേക്ക് വന്നാൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യും. ആ കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് അവൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിംസിൻ്റെ ആ ഭാഗത്തേക്ക് പോകട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണാം. അടിപൊളി കാഴ്ചകളാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾ അടിച്ച് പൊളിച്ച് പോകാം. കുറച്ച് പൈസ ആവും, പക്ഷെ അടിപൊളിയാണ്. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കുട്ടികൾക്കും കളിക്കാം, വലിയവർക്കും കളിക്കാം കേട്ടോ. വലിയവർക്ക് കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കാറിലൊക്കെ കയറി അങ്ങനെ ഓടിച്ച് നടക്കാം. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല നല്ല കാഴ്ചകളാണ്. അടിപൊളിയാണ്. ലുലുമാള് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കോഴിക്കോട്ടെ ലുലുമാള് കുറച്ച് ചെറുതാണ്. മറ്റേ ലുലുമാള് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. മോളും മരിയനൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ നമ്മൾ ദിനൂസ് ഇരിക്കുന്നുണ്ട്. ദിനമോള് ഇരിക്കുന്നുണ്ട്.
മക്കളെ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് KFCയിൽ പോകട്ടോ. കുറച്ച് ബ്രോസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി KFCയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ നല്ല KFC ഒക്കെ ഓർഡർ ചെയ്തു. മോളെ അവിടെ കെടുത്തി അങ്ങനെ KFC ബ്രോസ്റ്റഡ് അടിക്കാനൊക്കെ പരിപാടിയാണ്. ഓർഡർ ചെയ്ത് സാധനം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. വേഗം ഫിനിഷ് ചെയ്തിട്ട് വേഗം നമുക്ക് വീണ്ടും പർച്ചേസിങ്ങിനൊക്കെ പോകാനുണ്ട്. കുട്ടികൾക്കുള്ള കുറച്ച് മോക്കുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകണം. വേഗം ഫിനിഷാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞൊന്ന് ബീച്ചിൽ നമ്മൾ പോകുന്നുണ്ട്. ബീച്ചിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം, കോഴിക്കോട് ബീച്ചിൽ. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടോ. പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു. 4 പേരുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കേട്ടോ. താഴെയാണ് കുട്ടികളുടെ സെക്ഷൻ. അങ്ങോട്ട് ഞാൻ വൈഫും മക്കളും പോവാണ്. അപ്പം കുട്ടികളുടെ സെക്ഷനിലെത്തി. അവർ കുറച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനുള്ള കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. അതുപോലെ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലെത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ വേഗം ഇറങ്ങാം കേട്ടോ. വേഗം ഒന്ന് ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയിട്ട് കുറച്ച് മഴ പെയ്യുന്നുണ്ട്. ചെറിയ മഴയുണ്ട്. അതുകൊണ്ട് ബീച്ചിൽ പോയി എന്താവുന്നറിയില്ല. ബീച്ചിൽ പോയിട്ട് കുറച്ച് ഐസ് എടുത്തൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഉള്ളുമുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറപ്പെടാൻ പോകാം കേട്ടോ. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ വൈഫിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കി പോവാണ് കേട്ടോ. നമ്മളവിടെ ബീച്ചിലെത്തി. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ എന്താ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ ഒരാളും അനക്കം വന്നിട്ട് നമ്മൾ കോതി ചുങ്കത്തുള്ള ബീച്ചിലെത്തി കേട്ടോ. മട്രോഡ് ബീച്ചിൽ വന്നു. അവിടെ ഒരു താത്തൻ്റെ കടയിൽ നിന്ന് കുറച്ച് ഐശ്വര്യത്തൊക്കെ വാങ്ങിക്കാം. അതൊരു നഷ്ടമാണ്. കോഴിക്കോടത്തെ ഐശ്വര്യത്തി പ്രസിദ്ധമാണ്. അങ്ങനെ താത്തൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് 2 ഐശ്വര്യത്തൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ വേഗം നാട് പിടിക്കാനുള്ള പരിപാടിയാണ്. മഴയൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐശ്വര്യം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഐശ്വര്യം കിട്ടുമെന്ന് അറിയില്ല. നമ്മളെ കോഴിക്കോട് നല്ല ഐശ്വര്യത്തൊക്കെ കിട്ടും. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ പോവുകയാണ്. വേഗം വണ്ടി സ്റ്റാർട്ടാക്കി നാട്ടിലെത്തണം. ഇവിടുന്ന് ഒരു 13-14 കിലോമീറ്ററാണ് നാട്ടിലേക്ക് കേട്ടോ. നാട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ഫുഡ് വാങ്ങാനുണ്ട്. വീട്ടിൽ പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് വൈഫ് പറഞ്ഞപ്പോൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചത് നമ്മുടെ സ്നേഹിതൻ്റെ കടയിൽ കഫിക്സ് കയറിയിട്ട് നമ്മൾ കുറച്ച് പെപ്പർ ചിക്കനും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ അവരെ മുതലാളി. അവനോട് സാധനം പണി യാത്ര പറഞ്ഞ് വേഗം യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ജീവിതത്തിലെ